വർഷം 2012 കർമ്മയോധ എന്ന സിനിമ റിലീസ് ചെയ്ത വർഷം. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് മേജർ രവി. അതിൻ്റെ തിരക്കഥാകൃത്തും മേജർ രവിയാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് രജി മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. കോടതിയിൽ ചെന്ന് അദ്ദേഹം പറയുകയാണ്, ഈ തിരക്കഥ തൻ്റെ തിരക്കഥയാണ്, മേജർ രവിയുടെ തിരക്കഥയല്ല എന്ന്. 12 വർഷങ്ങൾക്കിപ്പുറം കോടതി വിധി വന്നിരിക്കുന്നു. അതിലേക്ക് ചെല്ലും മുമ്പ് ഒരു ദിവസം മേജർ രവി രജി മാത്യുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. രജി മാത്യുവിൻ്റെ അടുത്ത് പറയുന്നു, ഇങ്ങനൊരു സിനിമ എടുക്കാൻ തനിക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു, ഇതിനെ സംബന്ധിച്ച് ഒരു തിരക്കഥ എഴുതുക. അങ്ങനെ രജി മാത്യു വളരെ താല്പര്യത്തോടെ തന്നെ ഒരു നല്ല തിരക്കഥ എഴുതുകയാണ്. തിരിച്ചു വരുന്ന മേജർ രവി കാണുന്നത് ഒരു അടിപൊളി തിരക്കഥയാണ്. മേജർ രവി വായിച്ചു നോക്കി, അത് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് രജി മാത്യുവിൻ്റെ അടുത്ത് പറഞ്ഞു, രജി, നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ തിരക്കഥ എനിക്ക് ആദ്യം പ്രൊഡ്യൂസേഴ്സിനെ കേൾപ്പിക്കണം. പ്രൊഡ്യൂസർമാരുണ്ടെങ്കിലല്ലേ സിനിമ ഇറങ്ങുകയുള്ളൂ. പാവവും നിഷ്കളങ്കനുമായ നമ്മുടെ രവി എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് മേജർ രവിക്ക് കൊടുത്തിട്ട് പറയുന്നു, ധൈര്യമായി പോയി താങ്കൾ ഇത് കേൾപ്പിക്കൂ, ഉറപ്പായിട്ടും ഇതൊരു സിനിമ നമ്മളാക്കിയിരിക്കും. ആ വിശ്വാസത്തോടു കൂടി മേജർ രവിയെ പറഞ്ഞു വിടുന്ന രജി പിന്നെ മേജർ രവിയെ കാണുന്നത് എവിടെയാണെന്നറിയാമോ? മാഗസീൻസിൽ. അതെ, കറക്റ്റാണ്, മാഗസീൻസിലാണ്. അദ്ദേഹം ഒരു കർമ്മയോധ എന്നൊരു സിനിമ എടുക്കുകയാണ്. അപ്പോൾ രജി വിചാരിച്ചു, ഓക്കെ, സിനിമ കാണുമ്പോൾ രജിക്ക് മനസ്സിലാവുന്നത് തൻ്റെ തിരക്കഥയാണ്. അതിൽ എഴുതി കാണിക്കുന്നത് മേജർ രവി തിരക്കഥ. ആകെ ഞെട്ടിപ്പോകുന്ന നമ്മുടെ രജി മാത്യു ഒരു കേസ് കൊടുക്കുകയാണ് 12 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് 2015 രജി മാത്യുവിന് നീതി ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വിജയം കൈവരിച്ചിരിക്കുകയാണ്. കോടതി അദ്ദേഹം കറക്റ്റാണ്, ശരിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് പകരമായി മേജർ രവി രജി മാത്യുവിന് 30 lakhs അഥവാ 30 ലക്ഷം രൂപയും കോപ്പിറൈറ്റ് അഥവാ പകർപ്പവകാശവും കൊടുക്കണം കർമ്മയോധ എന്ന സിനിമയുടെ തിരക്കഥയുടെ. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ഒരാളെ റാൻഡമായിട്ട് കാണുമ്പോൾ മേജർ രവിയൊക്കെ ഞാനിങ്ങനെ ടി വിയിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് പോലും കണ്ടിട്ടില്ല. പക്ഷെ 10 മിനിറ്റ് മുമ്പ് വരെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന ഒരു ഇമേജ്, രാജ്യത്തിൽ നിന്ന് വിരമിച്ച, രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു ധീരനായ സൈനികൻ, ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വേറൊരു ഷെയ്ഡി സൈഡ്, ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരാളെ തിരക്കഥ മോഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിനെ പോലെ സ്റ്റാൻഡേർഡ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു ബാഡ് ഡേ എന്ന് പറയട്ടെ, അത് സംഭവിച്ചിരിക്കുകയാണ്. മേജർ രവിയുടെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇതിപ്പോൾ വന്ന വാർത്തയാണ്. മേജർ രവി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം പറയണം. കാരണം നിങ്ങളൊരു മേജർ രവി ഫാൻ ആയിരിക്കും. എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ അഭിപ്രായം കേൾക്കണം.